Okay. The topic second module last session ആണ് diffusion length. Okay, so diffusion length പിന്നെ gradient in quasi Fermi level രണ്ട് ടോപ്പിക്സ് ആണ് ബാക്കിയുള്ളത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞത് കണ്ടിന്യൂറ്റി ഇക്വേഷനും കറണ്ട് ഫ്ലോ ഇക്വേഷൻസൊക്കെ ആയിരുന്നു. കറണ്ട് ഫ്ലോ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ഉള്ള ടോട്ടൽ കറണ്ട് നമുക്കറിയാം. ഇലക്ട്രോൺ കറണ്ടും ഹോൾ കറണ്ടുമാണ് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ കറണ്ട് തന്നെ ഡിഫ്യൂഷൻ കറണ്ടും ഉണ്ടാകും, ഡ്രിഫ്റ്റ് കറണ്ടും ഉണ്ടാകും. ഓക്കെ, സോ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് വിത്തിൻ ദ സെമി കണ്ടക്ടർ, ആൻഡ് ഡിഫ്യൂഷൻ കറണ്ട് ഈസ് ബിക്കോസ് ഓഫ് ദ carrier gradient. കോൺസെൻട്രേഷൻസിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ ഹോൾസ് ഇൻ ഡിഫറൻസ് ആണ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്. രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിൻ്റെ ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രോൺ ഫ്ലോ ആണ് നമ്മൾക്ക് ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. സോ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി ഇൻ ദ സെമി കണ്ടക്ടർ നമ്മൾ പഠിച്ചതാണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് we can apply for both holes and electron. So ഡ്രിഫ്റ്റ് കറണ്ട്, ഡ്രിഫ്റ്റ് ഓഫ് കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. Jn of x is equal to, so ഡ്രിഫ്റ്റ് കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺ ഈസ് ഗിവൺ ബൈ, എന്താണ് ഇക്വേഷൻ, Q ഇൻറ്റു n of x ഇൻറ്റു mu n ഇൻറ്റു E of x. ഇതിൽ ടേംസൊക്കെ അറിയാം. Q എന്ന് പറയുന്നത് എന്താണ്, ചാർജ്. N of x എന്ന് പറയുന്നത് ഓരോ പൊസിഷനിലുമുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. ആൻഡ് mu n ഈസ് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ. E of x ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്, ഹൗ ഇറ്റ് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻസ് x, E of x എന്ന് പറയുന്നത്. അതുപോലെ ഹോൾസിൻ്റെ ഡ്രിഫ്റ്റ് കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് JP of x ഈസ് ഈക്വൽ ടു സെയിം ഇക്വേഷനാണ്, Q ഇൻറ്റു N of x ബിക്കം P of x ഇൻറ്റു ഹോൾ മൊബിലിറ്റി mu p ഇൻറ്റു E of x. നമുക്കറിയാവുന്ന ഇക്വേഷൻസ് തന്നെയാണ് ഇതെല്ലാം. അതുപോലെ ഡിഫ്യൂഷൻ കറണ്ട് നമ്മളുടെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ദർ ഇസ് എ കാരിയർ ഗ്രേഡിയൻറ്റ്. നമ്മൾക്കറിയാം Jn ഡ്യൂ ടു ഡിഫ്യൂഷൻ, Jn of x ഈസ് ഗിവൺ ബൈ, നമ്മൾ പഠിച്ച ഫോർമുലയാണ് Q ഇൻറ്റു dn ഇൻറ്റു d ബൈ dx ഓഫ് n of x. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസാണ് ഇതെല്ലാം. അടുത്ത മൊഡ്യൂളിലും ഇതെല്ലാം യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് പിന്നെയും ഞാൻ എഴുതുന്നത്. ഓക്കെ, സോ ഡിഫ്യൂഷൻ കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺ കറണ്ട് ഡെൻസിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് Q dn d ബൈ dx ഓഫ് n of x. dn എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ. അതുപോലെ ഹോളിൻ്റെ ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് -Q dp d ബൈ dx ഓഫ് P of x. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, സോ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇഫ് ദർ എക്സിസ്റ്റ് ബോത്ത് ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അത് ഇൻ അഡീഷൻ ടു ദാറ്റ് വി ആർ ഹാവിങ് എ കാരിയർ ഇഞ്ചക്ഷൻ അറ്റ് ഡെൽറ്റ ഓഫ് എൻ. ഡെൽറ്റ എൻ എന്ന് പറയുന്ന പോയിന്റിൽ കാരിയർ ഇഞ്ചക്ഷൻ ഉള്ള ഒരു രണ്ട് കേസ്. അപ്പോൾ ഡ്രിഫ്റ്റ് കറണ്ട് നമ്മൾക്ക് ഉണ്ട്, ദെൻ ഡിഫ്യൂഷൻ കറണ്ടും മെറ്റീരിയലിൽ ഉണ്ട്. ഇങ്ങനെയുള്ള കേസിൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് Jn of x is equal to, നമ്മൾക്കറിയാം Jn of x പ്ലസ് JP of x. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് കോൺട്രിബ്യൂഷൻ ബൈ ദ ഇലക്ട്രോൺസ് പ്ലസ് കറണ്ട് കോൺട്രിബ്യൂഷൻ ബൈ ദ ഹോൾസ് ആയിരിക്കും. സോ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഈ 4 ടേംസ് കൂടിയിട്ട് ആഡ് ചെയ്യണം. സോ ഇതെല്ലാം കൂടുമ്പോൾ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, Q ഇൻറ്റു N of x ഇൻറ്റു mu n E of x പ്ലസ്, ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തത് ഡ്രിഫ്റ്റ് കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺ പ്ലസ് ഡിഫ്യൂഷൻ കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺ. Jn of x എന്ന് പറയുന്നത് ഈ ടോട്ടൽ കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺസ് ആണ്. സോ ഡ്രിഫ്റ്റ് കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺസ് പ്ലസ് ഡിഫ്യൂഷൻ കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺസ്. സോ Q ഇൻറ്റു dn ഇൻറ്റു d ബൈ dx ഓഫ് n of x. ഓക്കെ, പ്ലസ് ദെൻ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ദ ഹോൾസ് എന്ന് പറയുന്നത് എന്തൊക്കെ വരും, ഡ്രിഫ്റ്റ് കറണ്ട് ഡ്യൂ ടു ഹോൾസ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q ഇൻറ്റു P of x ഇൻറ്റു mu p ഇൻറ്റു E of x പ്ലസ് ഡിഫ്യൂഷൻ കറണ്ട് ഡ്യൂ ടു ഹോൾ. ഡിഫ്യൂഷൻ കറണ്ട് ഡ്യൂ ടു ഹോൾസ് ഓൾറെഡി നെഗറ്റീവ് ആണ്, -Q ഇൻറ്റു dp ഇൻറ്റു d ബൈ dx ഓഫ് P of x. ഇതാണ് നമ്മളുടെ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി വിത്തിൻ ദ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇൻ ദ കേസ് വേർ വി ഹാവ് ആൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദർ ഇസ് എ
കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഓഫ് കാരിയേഴ്സ് ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഇതിനെയാണ് നമ്മൾ കറണ്ട് ഫ്ലോ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ ലെങ്ത് ആയിട്ട് ബന്ധപ്പെട്ട ടേം അല്ല, ബട്ട് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എൻ്റെ ബാക്കി വന്നപ്പോൾ അത് പറയാൻ വിട്ടുപോയ സമയം കിട്ടിയില്ല. സോ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ടോപ്പിക് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ തിരിച്ച് ഒന്നുകൂടെയും പറയാൻ കാരണം. സോ ടോട്ടൽ കറണ്ട് വിത്തിൻ ദ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോ ഇക്വേഷൻ എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കറണ്ട് ഇക്വേഷൻ കിട്ടും. സോ ഇതിനെയാണ് ഡിഫറൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ കറണ്ട് ഫ്ലോ ഇക്വേഷനിനെ സെമി കണ്ടക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് നമ്മളുടെ ടോപ്പിക്ക് ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഡിഫ്യൂഷൻ ലെങ്ത്തിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. ഡിഫ്യൂഷൻ നിങ്ങളുടെ നോട്ട് ഉണ്ടെങ്കിൽ അത് എഴുതിയെടുക്കുക. ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് എ കാരിയർ ഇൻ എ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എഴുതാം. നോട്ട് ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ, വീഡിയോ കേട്ടുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് എ കാരിയർ. കാരിയർ ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് ഹോൾസ് ഉണ്ട്. അതുകൊണ്ടാണ് ജനറലൈസ് ചെയ്ത് കാരിയർ എന്ന് പറയാൻ കാരണം. സോ ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ഓർ ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് ഹോൾസ് ആപ്ലിക്കബിൾ ഫോർ ബോത്ത് കാരിയർ ഓഫ് എ കാരിയർ ഇൻ എ മെറ്റീരിയൽ. In a material can be defined as the average distance that an excited carrier will travel before recombining. ഇതിനാണ് ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. സോ ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് ഹോൾ ഓർ ഇലക്ട്രോൺ ഇൻ എ മെറ്റീരിയൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ആവറേജ് ഡിസ്റ്റൻസ് ദാറ്റ് എക്സൈറ്റഡ് ഇലക്ട്രോൺ വിൽ ട്രാവൽ ബിഫോർ റീകമ്പൈനിങ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലുണ്ട്, അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു എക്സസ് കാരിയറിനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. നമ്മൾ എക്സസ് കാരിയർ ജനറേഷൻസ് ഡിഫറൻസ് മെത്തേഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്പോട്ടിൽ നമ്മൾ ഒരു കാരിയറിനെ ഒരു ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ഒരു ഹോളിനെ ഇഞ്ചെക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ ഒരു എക്സസ് ആയിട്ട് ഒരു ഇലക്ട്രോൺ ഇവിടെ വന്നു. ഓക്കെ, സോ നമുക്കറിയാം അവിടെ എക്സസ് ആയതുകൊണ്ട് ദർ വിൽ ബി എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഫ്രം എയ്തർ സൈഡ് ഓഫ് ദ ഓർ 360 ഡിഗ്രി റൊട്ടേഷൻ സൈഡിലേക്ക് നമുക്ക് ഒരു ഡിഫ്യൂഷൻ ഉണ്ടായിരിക്കും. There will be a flow of carriers from higher concentration to low concentration. ഓക്കെ, സോ ഇങ്ങനെ ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴി ട്രാവൽ ചെയ്യുന്ന ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോൾ അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് എന്ത് ചെയ്യും? റീകമ്പൈൻ ചെയ്യും. ഇലക്ട്രോൺ ആണെങ്കിൽ സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ സെമി കണ്ടക്ടർ മെറ്റീരിയലുള്ള വേറൊരു ഹോളായിട്ട് റീകമ്പിനേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആകാം, അല്ലെങ്കിൽ ഹോളാണെങ്കിൽ വേറൊരു ഇലക്ട്രോൺ ആയിട്ട് റീകോമ്പിനേഷൻ ചെയ്യാം. സോ ആ റീകോമ്പിനേഷൻ നടക്കുന്നതിന് മുൻപ് ഈ സെമി കണ്ടക്ടർ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് വിളിക്കുന്നത്. സോ ഡിഫ്യൂഷൻ length is the distance traveled by a carrier before it gets recombined with its counterpart. ഓക്കെ, ഹോളാണെങ്കിൽ വേറൊരു ഇലക്ട്രോണായിട്ട് കമ്പൈൻ ചെയ്യുന്നതിന് മുൻപ് എത്ര ഡിസ്റ്റൻസ് ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴി ട്രാവൽ ചെയ്തോ ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ വളരെ ക്ലിയർ ആണ്, പഠിക്കേണ്ടതാണ്. ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് എ കാരിയർ ഇൻ എ മെറ്റീരിയൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ദാറ്റ് an excited carrier means an injected carrier or excess carrier will travel before it recombining ചെയ്യുന്നതിന് മുൻപ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഫ്യൂഷൻ ലെങ്ത് തന്നെ വേറൊരു ഡെഫിനിഷൻ കൂടിയുണ്ട്. യാ, one minute.
So we discussed about the diffusion length. So second one more definition കൂടി ഉണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ രണ്ട് ഡെഫിനിഷനും പഠിക്കുന്നത് നല്ലതാണ്. രണ്ട് ഡെഫിനിഷൻസും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ളതാണ്. നമ്മൾ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ തന്നെയാണ് പറയുന്നത്. സോ ഇത് സെക്കൻഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ലെങ്ത്തിന് ഒരു സിമ്പിൾ ഉണ്ട്. എൽ പി നമ്മൾ ത്രൂ ഔട്ട് ദ ഡിസ്കഷൻ ഈ സിമ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഡിഫ്യൂഷൻ ലെങ്ത് എൽ പി, ഇറ്റ് റെപ്രസെൻറ്റ്സ് എൽ പി represents the distance at which the excess carrier distribution is reduced to 1 by E of its value at the point of injection. Okay, second definition ആണ്. രണ്ട് ഡെഫിനിഷനും അറിഞ്ഞിരിക്കണം. സോ എൽ പി റെപ്രസെൻറ്റ്സ് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ദ എക്സസ് കാരിയർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് റെഡ്യൂസ്ഡ് ടു 1 by E ഓഫ് ഇറ്റ്സ് വാല്യൂ അറ്റ് ദ പോയിന്റ് ഓഫ് ഇഞ്ചക്ഷൻ. സോ നമ്മൾ ഇവിടെ പറഞ്ഞത് ഒരു ഇലക്ട്രോണിൻ്റെ ടേംസിലാണ്, അല്ലെങ്കിൽ ഒരു ഹോളിൻ്റെ ടേംസിലാണ് നമ്മൾ ഡെഫിനിഷൻസ് പറഞ്ഞത്. റീകോമ്പിനേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നതിന് മുൻപ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ എന്താ പറയുക ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇവിടെ അടുത്ത ഡെഫിനിഷൻ, നമ്മളൊരു സെമികണ്ടക്ടർ മെറ്റീരിയലിലേക്ക് ഇതുപോലെ ഒരു സെമികണ്ടക്ടർ മെറ്റീരിയൽ ഉണ്ട്, അതിലേക്ക് ഒരു എക്സസ് കാരിയറിനെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്തു. ഓക്കെ, സം എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ഓർ ഹോൾസ് വി ഇഞ്ചെക്റ്റഡ്. സോ എൻ ഓഫ് എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡെൽറ്റ എൻ എന്ന് പറയുന്ന ഇലക്ട്രോൺസിന് നമ്മൾ ഈ സ്പോട്ടിൽ ഇഞ്ചെക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇവിടെ ഇഞ്ചെക്ട് ചെയ്ത ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ ഡെൽറ്റ എൻ എന്ന് പറയുന്നത്. സോ ഈ ഇലക്ട്രോൺസ് ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴി കോൺസെൻട്രേഷൻ അടുത്ത പോയിന്റിൽ ഇതിനേക്കാൾ കുറഞ്ഞ ഒരു കോൺസെൻട്രേഷൻ ആയിരിക്കും, അടുത്ത പോയിന്റിൽ അതിനേക്കാൾ കുറഞ്ഞൊരു കോൺസെൻട്രേഷൻ ആയിരിക്കും, ഇതിൻ്റെ പോയിന്റിൽ ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ കുറഞ്ഞ്, അതായത് ആ രീതിയിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇങ്ങനെ വേരി ചെയ്യുന്ന ഒരു ഡിഫറൻറ്റ് ഈ എക്സ്പൊണൻഷ്യൽ പാത്തിലായിരിക്കും ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ വേരി ചെയ്യുന്നത്. നമ്മൾ വീണ്ടും ഒരു ഗ്രാഫ് വരച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ ഡെൽറ്റ എൻ എന്ന് പറയുന്ന ഇലക്ട്രോണിനെ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഡെൽറ്റ എന്ന് പറഞ്ഞ ഇലക്ട്രോണിനെ ഇഞ്ചെക്ട് ചെയ്തത്. ഇലക്ട്രോണിൻ്റെ എണ്ണം ഇങ്ങനെ എന്ത് ചെയ്യുമോ, ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എണ്ണം കുറഞ്ഞ് ഒരു ഫൈനൽ പോയിന്റിൽ സ്റ്റേബിൾ ആവും. ഓക്കെ, അതിന് നമ്മൾ എന്താ പറയുക സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുക. ആ സമയത്ത് എന്ത് ചെയ്യും, ഡിഫ്യൂഷൻ കംപ്ലീറ്റ് സ്റ്റോപ്പായി. ഓക്കെ, സോ ഇവിടെ ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ കുറഞ്ഞ് ഡെൽറ്റ പി ബൈ ഇ ആകാൻ, അതായത് 1 by E ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ, നമ്മൾ ഇഞ്ചെക്ട് ചെയ്തത് 1000 ആണെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ ഇ അത്രേ എണ്ണമായിട്ട് കുറയാൻ. ഓക്കെ, 1000 ഡിവൈഡ് ബൈ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 2.732 സംതിങ് ആണ്. ഓക്കെ, ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്ട് ഫിഗർ ആഫ്റ്റർ 7, വട്ട് എവർ ഇറ്റ് ഈസ് 2.732 ആണെന്ന് തോന്നുന്നു. സോ 1000 ഡിവൈഡ് ബൈ 2.732 അത്രേ എണ്ണം. സോ 1000 by 2 എന്ന് പറയുന്നത് 500 ആണ്. സോ 2.732 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ഇറ്റ്സ് 400. സോ 400 എന്ന് പറയുന്ന ഒരു കൗണ്ടിലേക്ക് 1000 എന്ന് പറയുന്ന കൗണ്ട് കുറയാനെടുക്കുന്ന ഈ ഡിസ്റ്റൻസിനെയാണ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ്സ് വാട്ട് ദ സെക്കൻഡ് ഡെഫിനിഷൻ മീൻസ്. ഓക്കെ, സോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കുറഞ്ഞ് 1 by E ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്ന കോൺസെൻട്രേഷനിലേക്ക് എത്താൻ എത്ര ഡിസ്റ്റൻസ് ക്യാരിയേഴ്സ് എടുക്കുന്നു, അതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറയുന്നത്. സോ രണ്ട് ഡെഫിനിഷനുണ്ട്, രണ്ട് ഡെഫിനിഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, നൗ അതിൻ്റെ ഡിഫ്യൂഷൻ ലെങ്ത്തിൻ്റെ ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൊഡ്യൂൾസിൽ, ഈ സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ അത് ഡെറൈവ് ചെയ്യാൻ ചോദിക്കാം. ദെൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ചോദിക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ ഡിഫ്യൂഷൻ ലെങ്ത്, ഒരു എക്സ്പ്ലെയിൻ ഡിഫ്യൂഷൻ ലെങ്ത്, ഡെറൈവ് ദിസ് ടേം, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആൻസറൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. Okay, so that's what about our diffusion length. ഓക്കെ, സോ ഡിഫ്യൂഷൻ ലെങ്ത്ത് നമ്മൾ അല്ലെങ്കിൽ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നിന്നാണ്. സോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ഓഫ്ലൈൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് റിലേഷൻ കണക്റ്റിംഗ് വേരിയേഷൻ ഇൻ ടൈം ഡൊമൈൻ ആൻഡ് സ്പേസ് ഡൊമൈൻ. ഓക്കെ, ഡിസ്റ്റൻസിനും ടൈമിനും തമ്മിലുള്ള വേരിയേഷനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മളുടെ വാട്ട് യു സേ കറണ്ട് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ച ഇക്വേഷനാണ് 1 by Q ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡെൽറ്റ ഓഫ് ജെ പി
minus delta P by tau P. This is the current continuity equation for hole. And the current continuity equation for electron, dou by dou T of delta of n is equal to delta of n എന്ന് പറയുന്നത് നമ്മൾ സെമികണ്ടക്ടർ മെറ്റീരിയലിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് ഡെൽറ്റ ഓഫ് എൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദിസ് ഈസ് പ്ലസ് 1 by q ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് del of jn minus del of n divided by tau n. So tau n എന്ന് പറയുന്നത് മീൻ ലൈഫ് ടൈമാണ്, ഡെൽറ്റ എൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷനാണ്, ജെ എൻ എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റിയാണ്, ക്യൂ എന്ന് പറയുന്നത് എന്താണ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. സോ ഹിയർ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഹിയർ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ നമ്മൾ ഇവിടെ ജെ എൻ എന്ന് പറയുന്ന ടേമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജെ എൻ എന്ന് പറയുന്ന കറണ്ട് ഡെൻസിറ്റിയാണ്, ഡിഫ്യൂഷൻ കറണ്ടും ഡ്രിഫ്റ്റ് കറണ്ടും ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കറണ്ട് കണ്ടിന്യൂറ്റി ഇക്വേഷൻസിന് നമുക്ക് വേറൊരു രീതിയിലേക്ക് എഴുതാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് ആണ് ഇതെല്ലാം. ഡോ ബൈ ഡോ ടി ഓഫ് del of n is equal to dn into dou square by dou x square of del of n minus del of n divided by tau n. This is current continuity equation for electrons, and dou by dou T of del of P is equal to dP, diffusion coefficient of a hole, into dou square by dou x square of del of P minus del of P divided by tau P. Tau P is the mean free time or lifetime of what you say hole. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ കറണ്ട് കണ്ടിന്യൂറ്റി ഇക്വേഷൻസ് രണ്ട് ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും ടേംസിൽ നമ്മൾക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, സോ ഡെൽ ഓഫ് എൻ എന്ന് പറയുന്നത്, ഇവിടെ ഡെൽ ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന എന്താണ് എക്സസ് ഇലക്ട്രോൺസിനാണ് നമ്മൾ ഡെൽ ഓഫ് എൻ എന്ന് പറയുന്നത്. അതുപോലെ ഡെൽ ഓഫ് പി എന്ന് പറയുന്നത് എക്സസ് ഹോൾസ് ആണ്. ഓക്കെ, സോ നമ്മൾക്ക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ നമ്മൾ പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ഡെൽ ഓഫ് എൻ എന്ന് പറയുന്ന ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴി അതിങ്ങനെ കുറഞ്ഞ് ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് സ്റ്റെബിലൈസ് ചെയ്ത് വരും. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് പറയാൻ പറ്റും ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ത്രൂ ഔട്ട് ദ മെറ്റീരിയൽ സെയിം ആയിട്ട് നിൽക്കും. ആദ്യമാണ് ഇവിടെ ഇങ്ങനെ ഇനീഷ്യലി P0 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒരു 1000 ഇലക്ട്രോൺസിന് ഇഞ്ചെക്റ്റ് ചെയ്തത്. 1000 ഇലക്ട്രോൺസിന് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ 360 ഡിഗ്രിയിൽ ഇത് ഡിഫ്യൂഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ട് ആ കോൺസെൻട്രേഷൻ എന്താകും? ഈ P0യേക്കാൾ അല്പം കൂടിയ ഒരു ലെവലിൽ, അല്ലെങ്കിൽ P0യിൽ തന്നെ എന്ത് ചെയ്യും? അത് സ്റ്റേബിൾ ചെയ്ത് നിൽക്കും. അപ്പോഴേക്കും ഇലക്ട്രോൺസും എക്സ്ട്രാ കൊടുത്ത ഹോൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസൊക്കെ റീകോമ്പിനേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്ത് ആ സമയത്ത് എത്ര തെർമൽ ജനറേറ്റഡ് ഇക്വിലിബ്രിയം ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഉണ്ടോ ആ ലെവലിലേക്ക് അത് സ്റ്റേബിൾ ചെയ്ത് വരും. സോ ഈ ഡിഫ്യൂഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് കോൺസെൻട്രേഷൻ ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. ഓക്കെ, സോ ഈ കോൺസെൻട്രേഷൻ ഈ ഡിഫ്യൂഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ ഈ ഡെൽറ്റ പി വിത്ത് റെസ്പെക്ട് ടു ടൈമിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ ഡെൽറ്റ പി വേരിയേഷൻ കൂടുതലാണ്, വേരിയേഷൻ പിന്നെ കുറഞ്ഞ് വേരിയേഷൻ എന്താകും? 0 ആകും. വേരിയേഷൻ 0 ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ എല്ലാ സമയത്തും സെയിം ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ഹോൾ കോൺസെൻട്രേഷൻ ആയിരിക്കും. സോ സ്റ്റഡി സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് means what? After the diffusion process is completed. That's our important point. After diffusion process is completed, there is no diffusion current. നമുക്ക് എന്താ അറിയാൻ പറ്റും? The system or the carriers will be in steady state. Carrier concentration will be in steady state. സോ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ലെവൽ എല്ലാ ഡിസ്റ്റൻസിലും എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2 മൈക്രോൺ, എക്സ് ഇസ് ഈക്വൽ ടു +2 മൈക്രോൺ, എക്സ് ഇസ് ഈക്വൽ ടു 0 മൈക്രോൺ. 0യിലാണ് നമ്മൾ 50 കാരിയേഴ്സിനെ ഇഞ്ചെക്ട് ചെയ്തത്. ഓക്കെ, സോ കുറച്ച് സമയം കഴിയുമ്പോൾ അതെല്ലാം എന്തായി? ഒരേ ലെവലിലേക്ക് മാറി. അവിടെ എപ്പോഴും ആ 50 അവിടെ തന്നെ നിൽക്കില്ല, സ്പ്രെഡ് ചെയ്ത് പോകും. അതിനാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഡിഫ്യൂഷൻ പ്രോസസ്സ്, ഡിഫ്യൂഷൻ കറണ്ട് 0 ആവുന്ന സമയത്ത് ഈ ടൈമിനനുസരിച്ച് കോൺസെൻട്രേഷൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ ഇൻ അവർ കണ്ടിന്യൂറ്റി
ഇക്വേഷൻ ഡ്യൂറിങ് ദ സ്റ്റഡി സ്റ്റേറ്റ് ടൈം. സ്റ്റഡി സ്റ്റേറ്റ് ആകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സീറോയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ഡിഫ്യൂഷൻ ലെങ്ത്തിൻ്റെ ഡെറിവേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഡ്യൂറിങ് ദ സ്റ്റഡി സ്റ്റേറ്റ് ഓർ വൺസ് ആഫ്റ്റർ ദ സ്റ്റഡി സ്റ്റേറ്റ് പീരിയോഡ് ഈസ് അച്ചീവ്ഡ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഓഫ് പി. ഇലക്ട്രോണിൻ്റെ കേസിലും ഹോൾസിൻ്റെ കേസിലും ബോത്ത് കേസിലും ആ കോൺസെൻട്രേഷൻ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് സീറോ ആണ് എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡ് സീറോ ആണെങ്കിൽ റൈറ്റ് സൈഡ് നമുക്ക് എന്ത് എഴുതാം? സീറോ എന്ന് എഴുതാം. സോ വി വിൽ കൺസിഡർ ഫോർ ദ ഇലക്ട്രോൺസ് ഫസ്റ്റ്. ഇലക്ട്രോൺസിൻ്റെ കേസ് മാത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡി എൻ ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് ഡെൽ എൻ മൈനസ് ഡെൽ എൻ ഡിവൈഡഡ് ബൈ ടോ എൻ ഈസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് ഡി എൻ ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് ഡെൽ എൻ ഈസ് ഈക്വൽ ടു ഡെൽ എൻ ഡിവൈഡഡ് ബൈ ടോ എൻ. റിമെമ്പർ ഡെൽ ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? എക്സസ് ക്യാരിയേഴ്സ് ഇൻജക്റ്റഡ്. ഡോ ബൈ ഡോ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് വേരിയേഷൻ അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡി എൻ എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് ഡെൽ ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ നമ്മൾ താഴേക്ക് കൊണ്ടുവരുമ്പോൾ വരും 1 ബൈ ഡി എൻ ഇൻറ്റു ദെൻ ഡെൽ ഓഫ് എൻ ഡിവൈഡഡ് ബൈ ടോ എൻ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓഫ് ഡെൽ എൻ ഈസ് ഈക്വൽ ടു വാട്ട്? 1 ബൈ ഡി എൻ ഇൻറ്റു ടോ എൻ ഇൻറ്റു ഡെൽ ഓഫ് എൻ. ഓക്കെ, സോ 1 ബൈ ഡി എൻ ഇൻറ്റു ടോ എൻ ഡെൽ എൻ. ഇതിനെ നമ്മൾ ഒരു പുതിയ ടേം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഡെൽ ഓഫ് എൻ ഡിവൈഡഡ് ബൈ എൽ പി സ്ക്വയർ. ഈ എൽ പി ആണ് നമ്മളുടെ എന്ത്? ഡിഫ്യൂഷൻ ലെങ്ത്. വെയർ എൽ പി ഈസ് ഈക്വൽ ടു ആക്ച്വലി എൽ പിയുടെ സ്ഥാനത്ത് നമ്മൾ ഇവിടെ എന്താ കിടക്കുന്നത്? ഡി എൻ ടോ എൻ ആണ്. എൽ പി സ്ക്വയർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ എൽ പി കമ്പയർ ചെയ്യുമ്പോൾ എൽ പി എന്തെന്ന് നമുക്ക് എഴുതാൻ പറ്റും? എൽ പി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡി എൻ ഇൻറ്റു ടോ എൻ. ഇതാണ് ഡെറിവേഷൻ. അല്ലെങ്കിൽ നമ്മൾ ഒരു ഡെറിവേഷൻ്റെ ഇനീഷ്യൽ ഇക്വേഷനായിട്ട് വരുന്നത്. ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് എൽ എൻ ആണ് കേട്ടോ. ഫോർ ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഇലക്ട്രോൺസ്. എൽ എൻ സ്ക്വയർ നോട്ട് ഫോർ പി. എൽ എൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി എൻ ഇൻറ്റു tau n. So diffusion length for hole is given by square root of diffusion coefficient into mean free time. So ln is equal to root of dn into tau n. Similarly, നമ്മൾ സെക്കൻഡ് ഹോളിൻ്റെ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡ് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്ത് റൈറ്റ് സൈഡ് സീറോയിലേക്ക് കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ സെയിം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫ്യൂഷൻ ലെങ്ത് ഫോർ ഹോൾ കിട്ടും. സെയിം ഇക്വേഷൻ തന്നെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഡി പി ഇൻറ്റു tau p, where dp is diffusion coefficient for hole and tau p is mean free time for hole. So diffusion length of electron and holes രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. രണ്ട് ഫിഗർ ആയിരിക്കും dn into tau n. കാരണം dn and dp will be different, tau n and tau p will be different. രണ്ടും രണ്ട് വാല്യൂസ് ആയിരിക്കും. സോ ഈ രണ്ട് ഫിഗേഴ്സ് ആണ് നമ്മളുടെ ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഡിസ്കഷൻ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പൊസിഷനിൽ നമ്മൾ ഡെൽ ഓഫ് എൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിൻ്റെ എക്സസ് ഇലക്ട്രോൺസിനെ ഇഞ്ചെക്റ്റ് ചെയ്തു. ആ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സെമി കണ്ടക്ടറിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് P0. ലെറ്റ്സ് ഡിസ്കസ് വിത്ത് ഹോൾസ്. രണ്ടും സെയിം ഇക്വേഷൻസാണ് വരിക. സോ നമ്മൾ ഹോളായിട്ട് പറയുന്നു. സോ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ അകത്ത് 2000 എന്ന് പറയുന്ന ഒരു ഫിഗറിൽ ഹോൾസ് ഉണ്ടായിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെമി കണ്ടക്ടറിൽ അത്രയും തന്നെ ഇലക്ട്രോൺസും ഉണ്ട്. ഓക്കെ, സോ തെർമൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ അഡീഷണലായിട്ട് ഒരു ഡെൽ ഓഫ് പി എന്ന് പറയുന്ന ഇലക്ട്രോൺസിനെ എന്ത് ചെയ്തത്? എക്സൈറ്റ് ചെയ്തത്. സോ ഡെൽ ഓഫ് പി എന്ന് പറയുന്ന ഇലക്ട്രോൺസ് അതിലേക്ക് നമ്മൾ എക്സസ് ആയിട്ട് ഇഞ്ചെക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം എന്താണ് എക്സസ് ഇലക്ട്രോൺസ് വന്നാൽ എന്ത് സംഭവിക്കും? അത് ഡിഫ്യൂഷൻ പ്രോസസ്സ് അവിടെ വരും. ഡിഫ്യൂഷൻ പ്രോസസ്സ് ആകുമ്പോൾ അടുത്ത പോയിന്റിൽ അതിനേക്കാൾ കുറഞ്ഞത്, അടുത്ത പോയിന്റിൽ അതിനേക്കാൾ കുറഞ്ഞത്, നമുക്കറിയാവുന്ന ഡിഫ്യൂഷൻ പ്രോസസ്സ് ഇങ്ങനെ സ്ലോ ഡൗൺ ടു ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് പോകും. ഇതാണ്
ഇതാണ് നമ്മളുടെ ഡിഫ്യൂഷൻ ഗ്രാഫിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മളുടെ ഡെൽ ഓഫ് പി എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ ഓരോ പൊസിഷനിലും നമുക്ക് എക്സ് ഈസ് ഈക്വൾ ടു x1, എക്സ് ഈസ് ഈക്വൾ ടു x2, എക്സ് ഈസ് ഈക്വൾ ടു x3 ഓരോ പൊസിഷനിലുമുള്ള ഈ ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷന് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഏതാണ്? ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് ഡെൽ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചത്? 1/dn ഇൻറ്റു ഡെൽ ഓഫ് എൻ ഡിവൈഡഡ് ബൈ ടോ എൻ. ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന് നിങ്ങൾ മാത്സിൽ പഠിച്ച മെത്തേഡ് ഉപയോഗിച്ച് സൊല്യൂഷൻ കണ്ടുപിടിച്ച് മറ്റ് ബൗണ്ടറി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ബൗണ്ടറി വാല്യൂസ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 നമുക്ക് കോൺസെൻട്രേഷൻ എന്ന് ഡെൽ ഓഫ് പി ആണ്. എക്സ് ഇസ് ഈക്വൽ ടു എൽ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസിലെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0. ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ജനറലൈസ് ആയിട്ട് ഒരു ഓരോ പോയിന്റിലുമുള്ള ക്യാരിയേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ ഇക്വേഷൻ കിട്ടും. ഇതൊന്നും നിങ്ങൾ ഡെറിവേഷണൽ പാർട്ടിൽ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആഫ്റ്റർ അപ്ലൈയിങ് ദ ബൗണ്ടറി വാല്യൂസ് നമ്മൾക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം, ഇലക്ട്രോൺ or hole concentration at any point during the process of diffusion is given by delta P into e raised to minus x divided by LP. ഈ ഫോർമുല ഓർത്തിരിക്കണം. സോ ഡെൽ ഓഫ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേരിയേഷൻ ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതൊരു ഡിസ്റ്റൻസിൻ്റെ ഫംഗ്ഷനാണ്. ഡെൽ ഓഫ് പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ LP. സോ എക്സ് ഈസ് ഈക്വൽ ടു 1 micron, substitute the values. X is equal to 2 micron, substitute the value. നമുക്ക് ഓരോ വാല്യൂ എക്സ് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് നമുക്ക് ഇവാല്യൂറ്റ് ചെയ്യാൻ പറ്റും. ഇവാല്യൂറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്ലോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, സോ എനിവേ വി ഡോണ്ട് വാണ്ട് ടു നോ അബൌട്ട് ഹൗ ദ വേരിയേഷൻ ഈസ്, ബട്ട് യു ഷുഡ് റിമെമ്പർ ദിസ് ഇക്വേഷൻ. ഡെൽ ഓഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് പി റേസ് ടു മൈനസ് എക്സ് ബൈ LP. ഇൻ ദാറ്റ് എക്സ് ഈസ് ദ ഡിസ്റ്റൻസ്. ഈ എന്താ പറയുക, നമ്മളുടെ ഡിഫ്യൂഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ ഡെൽ ഓഫ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. LP എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്? ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ ലെങ്ത് ആണ്. ഓക്കെ, സോ ആദ്യം നമ്മളുടെ സെമി കണ്ടക്ടർ മീഡിയത്തിൽ ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് P0 ആണ്. സോ ഓരോ പോയിന്റിലും എക്സ് ഈസ് ഈക്വൽ ടു 0 ടോട്ടൽ ഹോൾസ് എന്ന് പറയുന്നത് P0 പ്ലസ് ഡെൽറ്റ പി. എക്സ് ഈസ് ഈക്വൽ ടു x1 എന്ന് പറയുന്ന സമയത്ത് ടോട്ടൽ ഹോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? P0 പ്ലസ് ഡെൽറ്റ PX1. എക്സ് ഈസ് ഈക്വൽ ടു x2 P0 പ്ലസ് ഡെൽറ്റ PX2. ഓക്കെ, സോ ജനറലൈസ് ചെയ്ത ഇക്വേഷൻ പറയുമ്പോൾ ടോട്ടൽ ഹോൾ കോൺസെൻട്രേഷൻ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇനീഷ്യലി ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ P0 പ്ലസ് ഡെൽറ്റ പി ഇ റേസ് ടു മൈനസ് എക്സ് ബൈ LP എന്ന് നമുക്ക് എഴുതാൻ പറ്റും. e raised to minus x by LP. So total hole concentration is given by JP of x is equal to, P of x is equal to എന്താണ് പറഞ്ഞത്? P0 plus delta P e raised to minus x divided by LP. ഇതാണ് നമ്മളുടെ ഈ ഹോൾ കോൺസെൻട്രേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഈ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരിക്കുന്ന ഡിഫ്യൂഷൻ മാത്രമേ ഉള്ളൂ, ഡ്രിഫ്റ്റ് ഇല്ല. സോ ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ്, ഡിഫ്യൂഷൻ കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? -q. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ പ്രാവശ്യം റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോമുലാസ് ഓരോ കേസിലും നമ്മൾ പഠിക്കുന്ന ഫോമുലാസ് നിങ്ങൾ പഠിക്കാതെ ന്യൂമറിക്കലോ അല്ലെങ്കിൽ അടുത്ത സെക്ഷനോ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ JP of x is equal to -q ഇൻറ്റു DP ഇൻറ്റു d/dx ഓഫ് P of x ആണ് അല്ലേ? ഇതാണ് നമ്മളുടെ ഡിഫ്യൂഷൻ കറണ്ട് ഡ്യൂ ടു ഹോൾ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇവിടുത്തെ എക്സ്പ്ലനേഷൻ ഹോളിൻ്റെ ബേസിലാണ്. ലാസ്റ്റ് നമ്മൾ കറസ്പോണ്ടിങ് സിമിലർലി എന്ന് വെച്ചിട്ട് ഇലക്ട്രോണിൻ്റെ ഇക്വേഷൻ എഴുതാണ് ചെയ്യുക. സോ JP of x is equal to -q dP ഇൻറ്റു d/dx ഓഫ് P of x. ഈ P of x-ൽ നമ്മൾ ഈ എഴുതിയ P of x-ൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ഇക്വേഷന് ഈ രീതിയിൽ എഴുതാൻ പറ്റും. എൻ്റെ ഒപ്പം നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. JP of x is equal to -q ഇൻറ്റു DP ഇൻറ്റു d/dx ഓഫ് P0 പ്ലസ് ഡെൽറ്റ പി ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ LP എന്ന് എഴുതാൻ പറ്റും. which is equal to -q into dp into d/dx of P0. P0 എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താലും P0 എന്ന് പറയുന്നത് അതിൻ്റെ തെർമൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്, അത് വേരി ചെയ്യില്ല. സോ d/dx of P0 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ദെൻ വാട്ട് വിൽ കം? d/dx of സെക്കൻഡ് ടേം ഡെൽറ്റ പി ഇ റേസ് ടു മൈനസ് എക്സ് ബൈ LP.
which is equal to minus q into dp into delta p എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ ഹോളിൻ്റെ എണ്ണമാണ്. ദാറ്റ് ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ് വിൽ കം ഔട്ട് ഓഫ് ദ ഡെറിവേറ്റീവ്. സോ ഡെൽറ്റ പി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എൽ പി, which is equal to minus q into dp into delta p into derivative of exponential function എന്താണ് e raised to x and derivative e raised to x and e raised to minus x divided by lp into derivative of this term d by dx of minus x by lp. so അത് ചെയ്യുമ്പോൾ എന്ത് വരും 1 by lp into dx by dx d by dx of minus x becomes minus 1. so the entire term become minus 1 by lp. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിളാണ്. മാത്സിൽ നിങ്ങൾ ഇതെല്ലാം പഠിക്കുന്നതാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഈ മൈനസും ഇവിടുത്തെ മൈനസും കൂടിയിട്ട് എന്താകും? പ്ലസ് ആകും. സോ പ്ലസ് ക്യൂ ഇൻറ്റു ഡി പി ഇൻറ്റു ഡെൽറ്റ പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എൽ പി. ഓക്കെ, സോ ഇതാണ് കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. ഈ ഹോൾ കറണ്ട് ഡെൻസിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് ജെ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു q into dp into delta p into e raised to minus x by lp. then delta p into e raised to minus x by lp എന്താണ് ആക്ച്വലി? delta p into e raised to minus x by lp is actually what? our delta of p of x. so നമ്മൾക്ക് എഴുതാൻ പറ്റും whole current density jp of x is equal to q dp into del of p of x. q dp into del of p of x. സോറി, ഇവിടെ എൽ പി മറന്നുപോയി. ഡിവൈഡഡ് ബൈ എൽ പി കൂടെയുണ്ട് ബിക്കോസ് ദർ ഈസ് 1 by LP ഹിയർ. സോ ക്യൂ ഡി പി ഡിവൈഡഡ് ബൈ എൽ പി ഇൻറ്റു ക്യൂ ഡി പി ഡിവൈഡ് ബൈ എൽ പി ഇൻറ്റു ഡെൽറ്റ ഓഫ് പി ഓഫ് എക്സ്. ഇതാണ് നമ്മളുടെ കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഐ വിൽ റൈറ്റ് ഹിയർ. സോ കറണ്ട് ഡെൻസിറ്റി ഓഫ് ഹോൾ കറണ്ട് ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ q into dp divided by lp into delta of p of x. ഓരോ പോയിന്റിലും ഓരോ എക്സ് വാല്യൂയിലും എത്ര എക്സസ് ഡിഫ്യൂഷൻ കറണ്ട് കോൺസെൻട്രേഷൻ വരുന്നോ ആ ഡിഫ്യൂഷൻ കറണ്ട് കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും. കാരണം ഡി പി ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൽ ഡി പി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, എൽ പി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. സോ ജെ പി ഓഫ് എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ഓഫ് പി ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇതാണ് ഈ ഡിഫ്യൂഷൻ ലെങ്ത്തിൻ്റെ ടേംസിൽ നമ്മൾ കറണ്ട് ഡെൻസിറ്റിയെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഹോളിൻ്റെ ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയിൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ക്യൂ ഇൻറ്റു ഡി എൻ ബൈ എൽ എൻ ഇൻറ്റു ഡെൽ ഓഫ് എൻ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഹോൾ കറണ്ട് ഡെൻസിറ്റി ആൻഡ് ഇലക്ട്രോൺ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഡിഫ്യൂഷൻ ലെങ്ത്ത് ഇതിൻ്റെ പാർട്ടിൽ വരുന്ന ഒരു ഡെറിവേഷനിൽ വരുന്ന ടേമാണ്. സോ ഇതിൽ നിന്നാണ് ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഡിഫ്യൂഷൻ ലെങ്ത്തിൻ്റെ സെക്കൻഡ് ഡെഫിനേഷൻ കിട്ടുന്നത്. 1 by e ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂവിലേക്ക് കുറയാനായിട്ട് എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ ലെങ്ത്ത് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ഡിഫ്യൂഷൻ ലെങ്ത്ത്. ഇനി ഈ സെക്കൻഡ് മൊഡ്യൂളിൽ ബാക്കിയുള്ളത് വളരെ ചെറിയ ഒരു ടോപ്പിക് മാത്രമാണ്. അതുകൂടെ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അധികം സമയം എടുക്കില്ല. ഓക്കെ, അതോടുകൂടി നമുക്ക് ഈ സെക്കൻഡ് മൊഡ്യൂൾ തീരും. ഓക്കെ. സോ നെക്സ്റ്റ് അല്ലെങ്കിൽ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രേഡിയൻറ്റ് ഇൻ ക്വാസി ഫെർമി ലെവൽ. സോ ക്വാസി ഫെർമി ലെവൽ നമ്മൾ ഈ മൊഡ്യൂളിൽ പറഞ്ഞപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ക്വാസി ഫെർമി ലെവൽ എന്ന് പറയുന്നത്. സോ ഫെർമി ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോൺ, ഒരു ഫെർമി എനർജി എന്ന് പറയുന്നത് ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഓഫ് availability of electron in that energy level is 1/2. ഓക്കെ, സോ ഇലക്ട്രോൺ ഒക്യുപ്പൻസി ചാൻസ് 50-50 ഉള്ള ഒരു എനർജി ലെവലിനെയാണ് നമ്മൾ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. സോ ഈ ഫെർമി ലെവൽ ഒരു പർട്ടിക്കുലർ എൻ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ക്ലോസ് ടു കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ഇൻ പർട്ടിക്കുലർ പി മെറ്റീരിയൽ ദാറ്റ് വിൽ ബി ക്ലോസ് ടു വാലൻസ് ബാൻഡ്. നമ്മൾ ഈ രണ്ട് കേസ് എടുത്ത് ക്വാസി ഫെർമി ലെവൽ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്ന് ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നു. സോ ഇങ്ങനെയുള്ളൊരു മെറ്റീരിയലിലേക്ക് എക്സസ് ക്യാരിയേഴ്സ് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ക്വാസി ഫെർമി ലെവൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരും. ഈ കോൺസെൻട്രേഷൻ എണ്ണം അനുസരിച്ച് നമ്മളുടെ ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും എണ്ണം അനുസരിച്ച് ഫെർമി ലെവൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ക്വാസി ഫെർമി ലെവൽ
ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്വാസി ഫെർമി ലെവൽ വരും. ഹോൾസിൻ്റെ എണ്ണത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് ഹോളിൻ്റെ ക്വാസി ഫെർമി ലെവൽ വരും. സോ ഒരു ഫെർമി ലെവൽ 2 ഫെർമി ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ ക്വാസി ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സോ നമ്മൾക്ക് 2 മെറ്റീരിയൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാം. Okay, so it can be P material, N material, or both N material, or both P material, whatever be the case. So ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ രണ്ടും സെയിം മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് മെറ്റീരിയൽ നമ്പർ 1, ഇത് മെറ്റീരിയൽ 2, 2 സെമി കണ്ടക്ടർ ആണ്, ഡിഫറൻറ്റ് ഡോപ്പിംഗ് ലെവൽസ് ആണ്. ഓക്കെ, സോ ആദ്യത്തെ മെറ്റീരിയൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് N1 ഓഫ് ഇ ആണ്. സെക്കൻഡ് മെറ്റീരിയൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് N2 ഓഫ് ഇ ആണ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഫെർമി ലെവൽ ഇൻ ഫസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് F1 ഓഫ് ഇ ആണ് എന്ന് വിചാരിക്കാം, ഇതിൻ്റെ അകത്ത് F2 ഓഫ് ഇ ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ 2 മെറ്റീരിയൽ കൺസിഡർ ചെയ്തു. അത് ഒരു അഡ്ജസൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് ബൗണ്ടറിയിൽ നമ്മൾ രണ്ടും ജോയിൻ ചെയ്ത് വച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ കേസിൽ എന്താണ് അർത്ഥം? ഇതിൻ്റെ അകത്തുള്ള ഫെർമി ലെവലും ഇതിനകത്തുള്ള ഫെർമി ലെവലും ഡിഫറൻ്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെയുള്ള ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ അല്ല സെക്കൻഡ് മീഡിയത്തിലുള്ള ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ബൗണ്ടറിയിൽ ലെഫ്റ്റും റൈറ്റും നോക്കുമ്പോൾ ദർ ഈസ് എ ഗ്രേഡിയൻ്റ് ഇൻ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. സോ ഓഫ് കോഴ്സ് നാച്ചുറലി എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടെങ്കിൽ സോ ഇതിൻ്റെ അകത്ത് ഒരു ഫെർമി ലെവൽ നമ്മൾ ഈ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ അകത്തൊരു ഫെർമി ലെവൽ ഉണ്ടായിരിക്കും, സേ EF1, EF1. ഇതിൻ്റെ അകത്തൊരു ഫെർമി ലെവൽ ഉണ്ടായിരിക്കും, ഇതിൻ്റെ അകത്ത് EF2 എന്ന് പറയുന്ന ഫെർമി ലെവൽ. സോ ഇതിൻ്റെ അകത്ത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇത് EF1 ആയിരിക്കും അല്പം ഉയർന്നു നിൽക്കുന്നത്, ഇത് EF2 എന്ന് പറഞ്ഞാൽ അല്പം താഴ്ന്നു നിൽക്കും. കാരണം കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് നമ്മളുടെ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ എനർജി ലെവലിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഡിഫ്യൂഷൻ പ്രോസസ്സ് ഇൻവോൾവ് ആകുമെന്ന് സംഭവിക്കും. ഇവിടുന്ന് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ് ഇങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്യും. സോ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഹോൾസിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറയും. സോ ഈ ഫസ്റ്റ് മെറ്റീരിയലിലെ ഫെർമി ലെവൽ എന്ത് ചെയ്യും? താഴേക്ക് മൂവ് ചെയ്യും. ഇവിടെ ഡിഫ്യൂഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഹോൾ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. കോൺസെപ്റ്റ് മനസ്സിലാക്കണം കേട്ടോ. സോ ഈ ഫെർമി ലെവൽ എന്ത് ചെയ്യും? വിൽ മൂവ് ടു ട്രൈ ടു മൂവ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ഇത് താഴേക്ക് മൂവ് ചെയ്യും. സോ ഈ പ്രോസസ്സിങ്ങിന് ഡിഫ്യൂഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആകുമ്പോൾ എന്താ സംഭവിക്കുക? 2 മെറ്റീരിയലിലുമുള്ള ഈ ഫെർമി ലെവൽ എന്ന് പറയുന്നത് സെയിം ലെവലിലേക്ക് മാറും. ഇതിനാണ് നമ്മൾ അതായത് 2 മെറ്റീരിയലിലും കൂടിയുള്ള ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ യൂണിഫോമായിട്ട് മാറും. യൂണിഫോമായിട്ട് മാറുമ്പോൾ 2 മെറ്റീരിയലിലും സെയിം ഫെർമി ലെവലിലായിരിക്കും. സോ 2 മെറ്റീരിയലിലും ഡിഫ്യൂഷൻ പ്രോസസ്സ് ഉണ്ടാകുന്ന സമയത്ത് അത് നിങ്ങളൊരു ഇമാജിൻ വിഷ്വലൈസ് ചെയ്യണം. ഇതിങ്ങനെ താഴേക്ക് വരുന്നത് പോലെ ഈ മെറ്റീരിയലിലെ ഫെർമി ലെവൽ മുകളിലേക്ക് പോകുന്നത് പോലെ. സോ 2 മെറ്റീരിയൽ ഒന്നിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്ത് ഉണ്ടോ ഇങ്ങനെ വന്ന് അതിങ്ങനെ ഫൈനലി സ്റ്റേബിൾ ആകുന്ന ഒരു എഫക്റ്റാണ് ഉണ്ടാകുക. ദാറ്റ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഈ ഡയറക്ഷനിൽ എക്സ് ആണെങ്കിൽ എക്സിനനുസരിച്ച് 2 മെറ്റീരിയലിൽ കൂടിയുള്ള കമ്പൈൻഡ് ഫെർമി ലെവലിന് ഒരു വേരിയേഷനുണ്ട്. അതിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് ഇൻ ക്വാസി ഫെർമി ലെവൽ എന്ന് പറയുന്നത്. സോ ഒരു മെറ്റീരിയലിൽ ഡിഫ്യൂഷൻ കറൻറ്റോ ഡ്രിഫ്റ്റ് കറൻറ്റോ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ഡിഫ്യൂഷൻ കറൻറ്റോ ഡ്രിഫ്റ്റ് കറൻറ്റോ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കറൻറ്റ് മാത്രമോ ഡ്രിഫ്റ്റ് കറൻറ്റ് മാത്രമോ ഉള്ളപ്പോൾ ക്യാരിയേഴ്സിൻ്റെ എണ്ണത്തിൽ ഓരോ പോയിന്റിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓരോ പോയിന്റിലും ഡിഫറൻസ് ഉണ്ടാകുന്നത് കൊണ്ട് ആ മെറ്റീരിയലിൽ ഓരോ പോയിന്റിലും ഫെർമി ലെവൽസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഡിഫറൻസിനെയാണ് ഗ്രേഡിയൻ്റ് ഇൻ ക്വാസി ഫെർമി ലെവൽ എന്ന് പറയുന്നത്. സോ ഡ്യൂറിങ് ഓർ ആഫ്റ്റർ അറ്റൈനിങ് ദീസ് സ്റ്റഡി സ്റ്റേറ്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്റ്റഡി സ്റ്റേറ്റ് എത്തിക്കഴിയുമ്പോൾ സ്റ്റേബിളായി ഒരു പെർട്ടിക്കുലർ ലെവലിൽ മാറി. അപ്പോൾ ഡിസ്റ്റൻസിനനുസരിച്ച് എന്തില്ല? ഫെർമി ലെവലിന് മാറ്റമൊന്നുമില്ല. ഫോർ ഹോൾ ഇലക്ട്രോൺ ആണെങ്കിൽ FN, ഫോർ ഹോൾ ആണെങ്കിൽ EFP. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇതൊന്നും മാറുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഫെർമി ലെവൽ വിൽ ബി ഇൻ ദ സ്റ്റേബിൾ ലെവലിൽ ആകുന്ന സമയത്ത് നമ്മളുടെ മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ഫെർമി ലെവലായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ആ സമയത്ത് ഈ ഗ്രേഡിയൻ്റ് ഇൻ ക്വാസി ഫെർമി ലെവൽ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ഈ ഡിഫ്യൂഷൻ കറൻറ്റോ അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് കറൻറ്റോ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ബോത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് സോ വാട്ട് വി നീഡ് ടു കൺസിഡർ എ മെറ്റീരിയൽ വിത്ത് an applied electric field. So we have a situation. So ഇവിടെ അത് നമ്മൾ 2 മെറ്റീരിയലാണ് പറഞ്ഞത്. ഇവിടെ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ മാത്രം എടുത്ത് പറയുന്നു.
ഓക്കെ, ആദ്യം പറഞ്ഞ് ഞാൻ മനസ്സിലാൻ വേണ്ടിയാണ്. സോ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മെറ്റീരിയലിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദെയർ ഈസ് ആൻ എക്സസ് കാരിയർ ഇഞ്ചക്ഷൻ. So രണ്ടും സെയിം ടൈമേഴ്സ്. ദാറ്റ് മീൻസ് വിത്തിൻ ദ സെമി കണ്ടക്ടർ സെയിം ടൈം വി ഹാവ് ബോത്ത് ഡ്രിഫ്റ്റ് കറണ്ട് ആൻഡ് ഡിഫ്യൂഷൻ കറണ്ട്. ഡിഫ്യൂഷൻ കറണ്ടും ഡ്രിഫ്റ്റ് കറണ്ടും സെമി കണ്ടക്ടറിൽ ഉള്ള സമയത്ത് ഓക്കെ. സോ നമ്മൾ ആദ്യം പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെ, ടോട്ടൽ ഇലക്ട്രോൺ കറണ്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, diffusion current due to electrons plus drift current due to electron. Drift current equation എന്താണ്, Q into N of X into mu N into E of X. ഇതെപ്പോഴും Q N mu N E ആണ് നമ്മളുടെ സെയിം ഫോർമുല എന്ന് പറയുന്നത്. Q N into mu into E സെയിം ഓർത്തിരുന്നാൽ മതി. ഡ്രിഫ്റ്റ് കറണ്ട് ഇക്വേഷൻ ഇതാണ്. അതുപോലെ ഡിഫ്യൂഷൻ കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് Q into ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ dN into d by dx of N of X. ഓക്കെ. സോ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആ സമയത്ത് ആ മെറ്റീരിയലിലുള്ള ഇലക്ട്രോണിൻ്റെ ബേസിലാണ് നമ്മളിവിടെ എക്സ്പ്ലനേഷൻ പറയുന്നത്. ഓക്കെ, ലാസ്റ്റിൽ സിമിലർലി ഫോർ ഹോൾസ് നമുക്ക് എഴുതാൻ പറ്റും. ഈ സമയത്ത് ആ മെറ്റീരിയലുള്ള ഇലക്ട്രോണിൻ്റെ ക്വാസി ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഈ FN ആണെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷനാണ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ, ക്യാരിയർ കോൺസെൻട്രേഷൻ്റെ ഡെറിവേഷനിൽ നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, NI ഇൻറ്റു, ഓർക്കുന്നുണ്ടാവും അല്ലേ, ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ NI ഇൻറ്റു E റേസ് ടു EFN മൈനസ് EI ഡിവൈഡഡ് ബൈ KT. ഈ ഫോർമുല എപ്പോഴും ഓർത്തിരിക്കുന്നതാണ്, ഞാൻ അതും പഠിപ്പിച്ച് പറഞ്ഞിരുന്നു. സോ NF(x) is equal to NI ഇൻറ്റു E റേസ് ടു EFN മൈനസ് EI ബൈ KT ആണ് നമ്മളുടെ ഓരോ പൊസിഷനിലുള്ള ടോട്ടൽ ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷൻ ഈ ഡെറിവേഷനിലേക്ക് നമ്മൾ ഈ ഡെറിവേറ്റീവിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഇക്വേഷൻ JN(x) is equal to എന്തായിട്ട് മാറും, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് മാത്രം എടുത്ത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, ഡി ബൈ ഡി എക്സ് ഓഫ് എൻ ഐ ഇൻറ്റു ഇ റേസ് ടു EFN മൈനസ് EI ഡിവൈഡഡ് ബൈ KT എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, NI ഇൻറ്റു കോൺസ്റ്റൻ്റ് ആണ്, ദെൻ എക്സ്പെൻഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് E റേസ് ടു EFN മൈനസ് EI ഡിവൈഡഡ് ബൈ KT. E റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് E റേസ് ടു എക്സ് തന്നെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് ടേം, അതിൻ്റെ അകത്ത് 1/KT കോൺസ്റ്റൻ്റ് ആണ്, ഡി ബൈ ഡി എക്സ് ഓഫ് EFN മൈനസ് EI എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എനി ഡൗട്ട്? ഓൺലൈൻ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നുള്ളൂ. ഓക്കെ, NI കോൺസ്റ്റൻ്റ് ആണ്, E റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് E റേസ് ടു എക്സ് തന്നെ ഇൻറ്റു DP ബൈ DX. ഓക്കെ, സോ KT കോൺസ്റ്റൻ്റ് ആണ്, പുറത്ത് വന്നു, ഡി ബൈ ഡി എക്സ് ഓഫ് EFN മൈനസ് EI എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈ മീൻസ് ഇതിനെ തന്നെ നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഐൻസ്റ്റീൻ ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലേ. ഐൻസ്റ്റീൻ ഇക്വേഷൻ എന്തായിരുന്നു പഠിച്ചത്, KT ഡിവൈഡഡ് ബൈ Q ഈസ് ഈക്വൽ ടു dN by mu n for electrons. KT by Q is equal to dN by mu. സോ ഇതിൻ്റെ അകത്ത് വരുന്ന നമ്മളുടെ ഈ ടേമിൽ 1/KT ഉണ്ട്. 1/KTയിലേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു ഫോർമുല കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോർമുല ഇവിടെ എഴുതിയത്. സോ ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓർത്തിരിക്കണം, mu n ഈസ് ഈക്വൽ ടു mu n നമുക്ക് എന്ത് എഴുതാൻ പറ്റും, dN ഡിവൈഡഡ് ബൈ dN ഇൻറ്റു Q ഡിവൈഡഡ് ബൈ KT എന്ന് എഴുതാൻ പറ്റും. ഇത് ഓർത്തിരിക്കണം കേട്ടോ. ഈ ഇക്വേഷന് ഐൻസ്റ്റീൻ റിലേഷനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് mu n ഈസ് ഈക്വൽ ടു dN Q ഡിവൈഡ് ബൈ KT എന്ന് കിട്ടും. സോ ഡെറിവേറ്റീവ് പാർട്ടിൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. സോ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ JN ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഏത് കൊടുക്കണം, ഈ ഡെറിവേറ്റീവ് ഈ ടേമോട് കൊടുക്കണം. അതാണ് ഞാൻ ഒന്ന് ചെയ്തായിരുന്നത്. Q ഇൻറ്റു N ഓഫ് എക്സ് ഇൻറ്റു mu n ഇൻറ്റു E ഓഫ് എക്സ് പ്ലസ് Q ഇൻറ്റു dN ഇൻറ്റു ഡെറിവേറ്റീവിന് സമയത്ത് നമ്മൾ എന്ത് കൊടുക്കണം, ഈക്വേഷൻ കൊടുക്കണം. സോ NI ഇൻറ്റു E റേസ് ടു EFN മൈനസ് EI ബൈ KT എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ആക്ച്വലി N ഓഫ് എക്സ്. സോ ഈ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം, N ഓഫ് എക്സ്. സോ Q ഇൻറ്റു dN ഇൻറ്റു N ഓഫ് എക്സ് ഇൻറ്റു 1/KT ഇൻറ്റു D ബൈ DX ഓഫ് EFN മൈനസ് EI എന്ന് എഴുതാൻ പറ്റും.
ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് വന്നു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഐൻസ്റ്റീൻ റിലേഷനിൽ പഠിച്ചപ്പോൾ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. d/dx(EI) എന്ന് പറയുന്നത്, നമ്മൾ ആ വീഡിയോ ഒന്നുകൂടി നിങ്ങൾ കണ്ടു നോക്കണം. d/dx(EI) എന്ന് പറയുന്നത് d/dx(EI) ഈസ് ഈക്വൽ ടു Q ഇൻറ്റു E of x എന്ന് എഴുതാൻ പറ്റും, എനർജി കണക്റ്റഡ് ടു ഇലക്ട്രിക് ഫീൽഡ്. സോ ഈ ഇക്വേഷൻ DEI, സോ d/dx(EFN) മൈനസ് d/dx(EI) എന്ന് വരും. സോ d/dx(EI) എന്ന് പറയുന്നത് QE of x ആണ്. ആ QE of x-ൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ QE of x-ൻ്റെ ഇവിടെ ഒരു ടേം ഉണ്ട്, ഈ KT ഇവിടെ Q/KT-യുടെ ഒരു ടേം ഉണ്ട്, Q/KT ഇൻറ്റു DN ഉണ്ടോ, Q ഇൻറ്റു DN ഡിവൈഡ് ബൈ KT, Q ഇൻറ്റു DN ഡിവൈഡ് ബൈ KT എന്ന് പറയുന്നത് μn ആണ്. സോ ആ μn ഇൻറ്റു N of x ഇൻറ്റു 1/KT ഇൻറ്റു d/dx(EFN) മൈനസ് QE of x എന്ന് വരും. സോ ആ ടേംസും, സോ Q ഇൻറ്റു N of x ഇൻറ്റു μn E of x, ദെൻ ഇവിടെ മൈനസ് Q ഇൻറ്റു N of x ഇൻറ്റു μn ഇൻറ്റു E of x എന്ന് പറഞ്ഞാൽ പരസ്പരം ടേംസ് ക്യാൻസലായി പോകും. സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളത് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. -EI എന്നുള്ളിടത്ത് QEX കൊടുക്കുക, ദെൻ QDN ഡിവൈഡ് ബൈ KT എന്നുള്ളിടത്ത് μn കൊടുക്കുക. എഴുതി നോക്കുമ്പോൾ QN of x μn E of x മൈനസ് QN of x ഇൻറ്റു μn ഇൻറ്റു E of x എന്ന് വരും. അത് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്ന റിമൈനിങ് ടേം എന്ന് പറയുന്നത് JN of x ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ ടേം നമുക്കുണ്ട് QDN ഡിവൈഡ് ബൈ KT എന്നുള്ളിടത്ത് μn വന്നു. സോ DN ഇൻറ്റു μn ഇൻറ്റു d/dx ഓഫ് EFN എന്ന് വരും. Okay, so current density of electron is given by dn into μn into d/dx of EFN എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഒന്നുകൂടെ എടുത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ JN of x is equal to Q dn into μn into dn into μn into d/dx of EFN. ഓക്കെ, ഇതിൽ EFN എന്ന് പറയുന്നത് ഫെർമി ലെവലിലുള്ള വേരിയേഷൻ. സോ DN എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, μn എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ ദാറ്റ് മീൻസ് അവർ കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഇലക്ട്രോൺ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു d/dx ഓഫ് EFN. d/dx ഓഫ് EFX എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഓഫ് EFN, വേരിയേഷൻ ഓഫ് Quasi Fermi ലെവൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്. വേരിയേഷന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രേഡിയൻറ്റ്. സോ ഗ്രേഡിയൻറ്റ് ഇൻ Quasi Fermi ലെവലിന് പ്രൊപ്പോർഷണലാണ് നമ്മൾ സെമി കണ്ടക്ടർ മെറ്റീരിയലിലെ ഇലക്ട്രോണിൻ്റെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു മീനിങ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ടേമാണ് എന്താണ്, വേരിയേഷൻ ഇൻ ഗ്രേഡിയൻ്റ് ഇൻ Quasi Fermi ലെവലാണ് സെമി കണ്ടക്ടർ മെറ്റീരിയലിലെ ഇലക്ട്രോണിൻ്റെ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി ടു ഹോൾ ഈസ് ഓൾസോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് dP ഇൻറ്റു μP ഇൻറ്റു d/dx ഓഫ് EFP, വേർ EFP എന്ന് പറയുന്നത് Quasi Fermi level of എന്തായിരിക്കും, ഹോൾസ്. ഓക്കെ, സോ രണ്ട് ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ഡിഫ്യൂഷൻ ആൻഡ് ഡ്രിഫ്റ്റ് പ്രോസസ്സ് രണ്ടുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ ഉള്ള സമയത്ത് അതിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് അതിലെ വേരിയേഷൻ ഗ്രേഡിയൻ്റ് ഇൻ Quasi Fermi ലെവലിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്, സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ ഇറ്റ് ഓൾവേസ് അക്കമ്പനൈസ് വിത്ത് വേരിയേഷൻ in Fermi level, gradient in Fermi level, Quasi Fermi level. ഇലക്ട്രോൺ കറണ്ടിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിൻ്റെ ഫെർമി ലെവൽ, ഹോൾ കറണ്ടിന് വേണ്ടിയിട്ട് ഹോളിൻ്റെ ഫെർമി ലെവൽ. സോ വേരിയേഷൻസ് ഇൻ Quasi Fermi levels will be they are according to which we will get the current. കറണ്ട് എന്ന് പറയുന്നത് ഗ്രേഡിയൻ്റ് ഇൻ Quasi Fermi ലെവലിന് പ്രൊപ്പോർഷണലാണ്. സോ ഈ ഗ്രേഡിയൻ്റ് ഇൻ പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ ഈ Quasi Fermi ലെവലിന് വേറൊരു ടേം കൂടി ചില ടെക്സ്റ്റ് ബുക്കിൽ പറയാറുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോകെമിക്കൽ പൊട്ടൻഷ്യൽ. Quasi Fermi
ലെവലിന് വിളിക്കുന്ന വേറൊരു പേരാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ക്വാസി ഫെർമി ലെവലിനെ ഓൾസോ നോൺ ആസ് ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ. ഓക്കെ, നമുക്കറിയാം കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു പൊട്ടൻഷ്യൽ വേണം. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ എന്തുള്ളൂ? കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. സോ ഈ ഫെർമി ലെവൽ എന്ന് പറയുന്നത് d/dx ഓഫ് ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫെർമി ലെവലിൻ്റെ ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ എന്തുണ്ട്? കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ നോർമൽ ഓംസ് ലോയിൽ നമ്മൾ പഠിക്കും J=σE എന്ന ഇക്വേഷനാണ്. സോ ഈ dP × μP × Q × dFP/Q എന്ന് പറയുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ JP(x) is equal to σP(x) into d by dx of EFP/Q എന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് കറണ്ട് ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പക്ഷേ പൊട്ടൻഷ്യലിൻ്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഫെർമി ലെവലാണ്. എന്ത് ഫെർമി ലെവലാണ്? ക്വാസി ഫെർമി ലെവലാണ്. അതുകൊണ്ട് ഇതിന് ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്നാണ് പറയുക. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഗ്രേഡിയൻ്റ് ഇൻ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലേ അതിൻ്റെ അകത്ത് കറണ്ട് ഉള്ളൂ. സോ ഈ ഇക്വേഷന് എന്ത് ഇക്വേഷന്? JP(x) is equal to σP(x) into d/dx of EFP/Q or JN(x) is equal to σN(x) into d/dx of EFN/Q. ഈ രണ്ട് ഇക്വേഷൻസിന് മോഡിഫൈഡ് ഓംസ് ലോ എന്നും പറയാറുണ്ട്. മോഡിഫൈഡ് ഓംസ് ലോ. ഓക്കെ, സോ മോഡിഫൈഡ് ഓംസ് ലോ എന്ന് പറയുന്ന സെമിക്കണ്ടക്ടർ മെറ്റീരിയലിൽ ഈ ക്വാസി ഫെർമി ലെവലിനെ ഒരു പൊട്ടൻഷ്യലായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതിന് ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാണ്ട്, ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയാൻ കാരണം ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് കറണ്ടും എന്തും കൂടിയിട്ടാണ്? ഡിഫ്യൂഷൻ കറണ്ടും കൂടിയിട്ടാണ്. ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രിക് ഫീൽഡാണ്. അതുകൊണ്ട് അവിടെ ഇലക്ട്രോ. ഇനി ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട്, അല്ലെങ്കിൽ ഹോളിൻ്റെ എണ്ണത്തിലുള്ള ഡിഫറൻസാണ് ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് അതിനെ കെമിക്കൽ. ഓക്കെ, സോ രണ്ടിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റ് ആയിരിക്കും ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിലെ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും പറയാറുണ്ട്. സോ ദിസ് ഈസ് അബൌട്ട് അവർ സെക്കൻഡ്